പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടത്. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം എന്റെ 22-23 വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അടുത്ത വാക്യം നമ്മൾ ചേർത്ത് വായിച്ചിൽ കാണുന്നുണ്ട്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രൈസലോ. ഇവിടെ ജഡത്തിന്റെ ഫലങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും ലേവിയ എന്നുള്ള ജഡത്തിന്റെ അഭിലാഷങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും എന്നുള്ളതാണ് ഈ ഭാഗത്തെ ചിന്ത എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പം മനുഷ്യനെ ദൈവം വിവിധ നിലകളിൽ വൃക്ഷത്തോട് സാമ്യപ്പെടുത്തി വേദപുസ്തകത്തെ അലേറിയ വെളിപ്പെടുത്തുന്നുണ്ട്. യോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ തഴച്ചിരിക്കുന്ന വൃക്ഷം അല്ലേറിയ ഒരു വൃക്ഷം പോലെ. അപ്പൊ നമ്മൾ പോയി ഫലം കായ്ക്കണം അല്ലേറിയ. അപ്പൊ ഫലം കായ്ക്കുക എന്ന് പറയുന്നത് വൃക്ഷത്തിനാണ്. പ്രൈസലോ. അതേപോലെ തന്നെ നമ്മൾ നല്ല ഫലം കായ്ക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വൃക്ഷം ഏത് ഫലം കൊടുക്കുന്നു, ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു മാവിന് ഒരിക്കലും ആ മാവിൽ ഒരു ചക്ക ഉണ്ടാകാൻ പറ്റത്തില്ല. മാവിൽ മാങ്ങാൻ മാത്രം. പ്രൈസലോ. തെങ്ങിൽ ഒരിക്കലും മറ്റൊരു ഫലം കായ്ക്കാൻ പറ്റില്ല, തേങ്ങയ്ക്ക് മാത്രമേ അതിൽ ഉണ്ടാകാൻ പറ്റൂ. ഒരു പ്ലാവിൽ എപ്പോഴും ചക്ക മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു ഫലം അതിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ വിവിധ വൃക്ഷങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതാത് വൃക്ഷത്തിന്റെ സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് അതതിന്റെ ഫലം കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമാണ്. മനുഷ്യനെ ഒരു വൃക്ഷത്തോട് ഉപമിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. അല്ലേറിയ അത് മനുഷ്യന് പ്രയോജനമുള്ളതും സമൂഹത്തിന് പ്രയോജനമുള്ളതും ദൈവനാമ മഹത്വത്തിനാകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരുകൊണ്ട്, എന്നാൽ ഈ ലോകത്തിന്റെ ജടികമായ ജീവിത സാഹചര്യങ്ങൾ കടന്നുപോയി ദുർഗന്ധം വഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരും ഉണ്ട്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫലം കൊടുക്കണമെന്ന കർത്താവ് പറയുന്നത്. ആത്മാവിന്റെ ഫലം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിന്റെ ഫലമാണ് അല്ലേ. ഏകദേശം അല്ലേറിയ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഏകദേശം 9ഓളം അല്ലേറിയ കാര്യങ്ങളെ കുറിച്ചവിടെ പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവത്തോട് ചേർന്നെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫലം ഒരു മനുഷ്യന്റെ നല്ല ഫലം, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന സ്നേഹം. നമ്മൾ കൊടുക്കുന്ന ഫലം നല്ല മധുരമുള്ള ഫലമായിരിക്കണം. മധുരമുള്ള, രുചിയുള്ള അല്ലേറിയ. മാത്രമല്ല നല്ല സ്തോത്രം, നല്ല സ്വാദുള്ള, നിറങ്ങളുള്ള അല്ലേറിയ, നല്ല സ്തോത്രം. അതുപോലെയുള്ള നല്ല ഫലങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേറിയ. മനുഷ്യൻ കൊടുക്കുന്ന ഫലങ്ങൾ എന്ത് ചെയ്യണം? അത് സൗരഭ്യമുള്ളതായിരിക്കണം, അത് സുഗന്ധം കൊടുക്കുന്ന ഫലങ്ങളായിരിക്കണം. അപ്പം മധുരമുള്ള, രുചിയുള്ള, സ്വാദുള്ള സ്തോത്രം അല്ലിയ, സൗരഭ്യമുള്ള, അതുപോലെ തന്നെ സുഗന്ധം പരത്തുന്ന ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പുറപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്കത് സൗരഭ്യമായി സുഗന്ധമായി മാറിയുള്ളൂ ലേരിയ. അപ്പം കർത്താവ് നിങ്ങളിൽ ഫലം അന്വേഷിച്ചു വരുന്നു അല്ലേരിയ. കർത്താവ് നിങ്ങളിൽ ഫലം അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ ആത്മാവിന്റെ ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ജഡത്തിന്റെ ഫലത്തിലല്ല ദൈവം ഇഷ്ടപ്പെടുന്ന, ആത്മാവിന്റെ ഫലത്തിലാണ് അല്ലേരിയ. അപ്പൊ നിങ്ങളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം കൊടുക്കുവാൻ നിങ്ങൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വിധേയപ്പെടണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ നമ്മളിങ്ങോട്ട് കഴിയണം. അതിനുള്ള തീരുമാനം, സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ലോകം നമുക്കൊരിക്കലും അനുകൂലമല്ല, ലോകക്കാർ നമുക്ക് അനുകൂലമല്ല. ലോകത്തിൽ അനവധി കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ നമുക്ക് പുതുക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അവരൊന്നും നല്ല ഫലം കൊടുക്കുന്നവരായിരിക്കണമെന്നില്ല. എന്നൊരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിനായിരിക്കണം. ലോകക്കാരോടൊപ്പം കൂട്ടുകൂടി ലോകക്കാരുടെ സംസാരത്തിലും ലോകക്കാർ ചെയ്യുന്ന ലോകം പറയുന്നതിൽ പോകാൻ നമുക്ക് കഴിയില്ല.
ലോകം മുഴുവൻ മാലിന്യത്താൽ നിറയപ്പെട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ള മാലിന്യങ്ങൾക്കകത്ത് നിന്ന് വീഴാതെ വണ്ണം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവ് നിന്നിൽ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ നിനക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ജഡാഭിലാഷവും അഭിലാഷവും. അപ്പൊ ജഡത്തിന്റെ ഫലമുണ്ട്. ഇവിടെ ജഡത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഗലാത്യലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-20 വാക്യങ്ങൾ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ ഈ ജഡത്തിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. അതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടില്ല. ദൈവം വെറുക്കുന്ന, ദൈവം അറയ്ക്കുന്ന പാപങ്ങളാണത്. ഹല്ലേലൂയ. ദൈവം അറയ്ക്കുന്ന പാപങ്ങളാണ്. ഇന്ന് 1000 മനുഷ്യരെ നമ്മൾ എടുത്തു നോക്കിയാൽ 999 പേരിലും ഹല്ലേലൂയ ഇനി 1000 തന്നെ പിടിച്ചാലും ദൈവം വെറുക്കുന്ന പാപങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. 100-ൽ 1 പോലും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. എന്നെ അടക്കം പറയുന്നത് ഹല്ലേലൂയ. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളും ജഡത്തിന്റെ ഇഷ്ടങ്ങളുമല്ല. ജഡത്തിൽ പറയുന്ന ഈ 15 പരിപാടി എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഭവിക്കുന്നതാണ്. അത് സമൂഹത്തിലും കുടുംബത്തിലും സഭയിലും മറ്റുള്ളവർക്ക് ദോഷം വിതയ്ക്കുന്നതാണ്. എന്നാൽ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് മധുരമുള്ളതും രുചിയുള്ളതും സ്വാദുള്ളതും അത് സൗരഭ്യമുള്ളതും സുഗന്ധം പരത്തുന്നതുമായ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആത്മാവിന്റെ ഫലം. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിൽ നിന്ന് സ്വാദുള്ള ഫലം പുറപ്പെടുവിക്കണം. നിന്റെ വാക്കുകൾ കൃപയോട് കൂടിയതും ഒപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. രക്തം ചെയ്യും. ഈ പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ട് പാപലോകത്ത് നീ വീണ് കൂട്ടുകെട്ടിലകപ്പെട്ട് ലോകം സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. ലോകം പോകുന്ന പോലെ നീ പോകരുത്. ഹല്ലേലൂയ. പാപത്തെ ദൈവം വെറുക്കുന്നു, പാപിയെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ പാപത്തെ വെറുത്ത് നിന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതം ഇനി കർത്താവിന് വേണ്ടി പൂർണ്ണമായി നീ സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യാം. ജഡത്തിന്റെ പ്രവൃത്തിയോടെ നീ പോയാൽ അത് നീ ന്യായവിധിയിലേക്ക് പോവുകയാണ്. രക്തം ചെയ്യാം. അപ്പൊ ഇവിടെ അനുദിന ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പാപികളും ദോഷികളുമായിരുന്ന എന്നെ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് തന്ന സ്വാതന്ത്ര്യം പാപത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനല്ല. നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതിനെ ഉപയോഗപ്പെടുത്തണം. പലർക്കും സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പലരും സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സ്വാതന്ത്ര്യത്തെ സാത്താന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മദ്യപാനം പെരുകുന്നു, വെറുക്കൂത്ത് പെരുകുന്നു, വ്യഭിചാരം പെരുകുന്നു, പീഡനം പെരുകുന്നു. എല്ലാവിധ അസന്മാർഗീയമായ രീതികളും ദേശത്ത് പെരുകുന്നതിന്റെ കാരണം എന്താണ്? ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെ സാത്താൻ നിന്നെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സാത്താന് നീ വിധേയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇത് ചരിത്രഭാഗം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമാലേഖനം 6-7 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണവും ഈ വാക്യത്തോട് ചേർന്നതാണ്. അപ്പൊ ആത്മീയനായ ഒരുവന്റെ നല്ല ചിന്തകൾ പ്രാവർത്തികമാക്കാതിരിക്കാൻ ജഡം തടസ്സമായി നിൽക്കും. നിങ്ങളൊരു ആത്മീയ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആത്മാവിന്റെ ഫലം കൊടുക്കാതിരിക്കുവാൻ വേണ്ടി, ആത്മാവിന്റെ ഫലം നിങ്ങൾ വെളിപ്പെടുത്താതിരിക്കുവാൻ സാത്താൻ പല തന്ത്രങ്ങളുമായിട്ട് വരും. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ നിരൂപണങ്ങളും ജഡത്തിന്റെ ആലോചനകളും ഒക്കെ നിന്റെ ജീവിതത്തിൽ കൊണ്ടെത്തുന്ന ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയാതെ നിന്നെ പാപത്തിലേക്ക് തള്ളിയിടാൻ സാത്താൻ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട, ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവഭക്തന്റെ ഹൃദയത്തിന്റെ നല്ല തീരുമാനങ്ങളും ചിന്തകളും അത് ദൈവത്തിന് പ്രയോജനമുള്ളതാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ തീരുമാനവും ചിന്തകളും ദൈവനാമത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ നിന്നെ വശീകരിച്ചുകൊണ്ട് പോകുന്ന വശീകരണത്തിന്റെ അനുഭവങ്ങൾ നിനക്ക് ചുറ്റിലുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമുക്ക് ജഡത്തെ ജയിക്കുവാൻ കഴിയണം. ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ ജഡത്തെ ജയിക്കും. എന്നൊരു പ്രാകൃതൻ എന്ന് പറയുന്നവന്, ഒരു ജഡികൻ എന്ന് പറയുന്നവന് ജഡത്തെ ജയിക്കാൻ പറ്റത്തില്ല. ജഡത്തെ ജയിക്കാതെ പാപം ചെയ്യുന്നവൻ ആത്മീയൻ അല്ല. ഹല്ലേലൂയ. ആത്മീയൻ ജഡത്തെ ജയിക്കുന്നവനാ. എന്നാൽ പാപം ചെയ്യുന്നവൻ
ഈ ആത്മീയതയുടെ വേഷം കെട്ടി നടക്കുന്ന അനവധി ആളുകൾ പാപം ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ആത്മീയനല്ല. ആത്മീയൻ അല്ലാത്തതുകൊണ്ടും ജഡികനായതുകൊണ്ടും പ്രാകൃതനായതുകൊണ്ടുമാണ് അവൻ ജഡത്തിന്റെ ഇഷ്ടത്തിന് അവൻ പോകുന്നത്. ആത്മീയൻ ജഡത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം 1 യോഹന്നാന്റെ ലേഖനം 2:15 നമ്മൾ എഴുതിയ നോക്കിയ നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ വശീകരണങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പാപത്തിലേക്ക് നിന്നെ തള്ളിയിടാൻ സാധ്യതയുണ്ട്. സാത്താൻ ഇന്നും നിന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചൊഴിച്ച് കൊണ്ടുപോകാൻ അവൻ നിനക്കെതിരെ ഓരോരോ തന്ത്രങ്ങളുമായി വരുമ്പോൾ നീ അത് മനസ്സിലാക്കി വേണം യാത്ര ചെയ്യുവാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന യുവക്കന്മാരെ, നീ ഒരു ആത്മീയനാണെങ്കിൽ നീ ജഡത്തെ ജയിക്കണം. അല്ലേ? ജഡത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് കൃപ തന്നത്. അല്ലേ? നീ കൃപയിൽ വസിക്കുന്നവനാണെങ്കിൽ അല്ലേ ആ കൃപ നിന്നെ മുന്നോട്ട് നടത്തും. അല്ല നീ കൃപയിൽ നിന്ന് വീണ് പോയവളാണെങ്കിൽ ജഡത്തിന്റെ പ്രവർത്തനത്തിലുണ്ടാകും. അത് ദുർഗന്ധം വമിക്കും. അല്ലേ? നാറ്റം വമിക്കുന്നതാണത്. അല്ലേ? അതുകൊണ്ട് ജഡത്തെ നമുക്ക് ജയിക്കാൻ കഴിയണം. അപ്പൊ ഇവിടെ പറയുന്ന ഗലാത്യ ലേഖനത്തിനകത്ത് പറയുന്ന ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ അല്ലേലൂയ, ഈ പാപങ്ങളെ കുറിച്ച് റോമാലേഖനം 1:18 തൊട്ട് അതിന്റെ 32 വരെ വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയും. എല്ലാം നമുക്ക് വായിച്ചു പോകാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ ലേഖനം 12 അല്ലേലൂയ അതിന്റെ 20-21 വാക്യങ്ങൾ വായിച്ചാലും അത് അവിടെ കാണാൻ കഴിയും. എഫേസ് ലേഖനം 5 3-4 കൊലോസ് ലേഖനം 3 5-8 ഭാഗങ്ങളിലും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടാണ് ഗലാത്യ ലേഖനം 5-24 വാക്യത്തിലേക്ക് വരുമ്പം പൗലോസ് പറയാണ്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നീ ക്രിസ്തുയേശുവിനുള്ളവനാണെങ്കിൽ നിന്റെ ജഡത്തിന്റെ പാപപ്രവൃത്തികളെ, നിന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ ക്രിസ്തുവിനോടുകൂടെ നീ ക്രൂശിച്ചിരിക്കണം. അല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടി നിന്റെ പാപത്തെ, നിന്റെ ജഡത്തെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജഡം എഴുന്നേൽക്കത്തില്ല. അല്ലേലൂയ. പലരും ജഡത്തെ ക്രിസ്തുവേശുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ തറയ്ക്കാത്തത് കൊണ്ടാണ് നിന്റെ ജഡം വീണ്ടും വീണ്ടും പാപത്തിൽ വിധേയപ്പെടുന്നത്. ഇന്ന് പകലി വചനം കേൾക്കുന്ന മാതാവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ജീവിതത്തിൽ നമുക്ക് നിത്യതയിലെത്തണമെങ്കിൽ, ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ വചനം അനുസരിക്കണം. അല്ലേലൂയ. ഒരുപാട് പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ നിങ്ങളിലേക്ക് പറഞ്ഞ അനുഗ്രഹങ്ങളെ മാത്രം നിങ്ങളോട് പ്രസംഗിക്കുവാൻ എനിക്കും അറിയാം. ശക്തമായ ദൂതുകളും സന്ദേശങ്ങളും നിങ്ങളെ പേര് വിളിച്ച് ശുശ്രൂഷിക്കുവാനൊക്കെ എനിക്ക് അറിയാം. അല്ലേലൂയ. ഞാനത് പലപ്പോഴും എൻ്റെ സഭയിലും അല്ലേലൂയ പല സാഹചര്യം ചെയ്യാറുണ്ട്. അത് ദൈവം നിയോഗമുള്ളപ്പോഴാണ്. ഇതൊരു പണം ഉണ്ടാക്കുന്ന ശുശ്രൂഷയാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇത് പണത്തിന്റെ ശുശ്രൂഷ, ഞാൻ പണത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് പ്രസംഗിക്കുന്നെങ്കിൽ, ഇതൊരു വ്യാപാരമാണ്, ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് ജഡം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമി മരിച്ചതുകൊണ്ട് നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങൾ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നിന്റെ ജീവിതത്തിലെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീ മാറ്റിക്കളഞ്ഞിട്ട് നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. നല്ല ഫലം, സൗരഭ്യമുള്ള, മധുരമുള്ള, രുചിയുള്ള, സ്വാദുള്ള, സുഗന്ധമുള്ള ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, നീ വലിയ ഫലം കൊടുക്കണം കർത്താവിന്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജഡം മരിച്ചതാണെന്ന് നിരന്തരം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജഡം മരിച്ചുവെന്ന് നിരന്തരമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ജഡം നിരന്തരമായി മരിച്ചുവെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ജഡത്തിൽ സകല പ്രവർത്തികളും വരുന്നത്. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളും. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കൾ പോലും പലിശയ്ക്ക് കൊടുത്ത് ഉള്ളപ്പലിശ വാങ്ങി ബ്ലേഡ് നടത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ ദൈവമക്കൾ പോലും ദൈവഹിതമല്ലാത്ത അനുഭൂതി കാര്യങ്ങൾക്കകത്ത് ഏർപ്പെട്ട് പാപത്തിലേക്ക് പോകുന്നു. കാരണം എന്തുകൊണ്ട്? ജഡത്തെ ക്രൂശിച്ചതമ്മയിട്ട് അവൻ അറിയില്ല. അല്ലേലിയ. എന്നാൽ ക്രിസ്തുവേശുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നുള്ള ബോധ്യം നിന്റെ മനസ്സിനകത്ത് 24 മണിക്കൂറും ഉണ്ടെങ്കിൽ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, നീ മൊബൈലിന് അഡിക്റ്റായി മാറത്തില്ല, കമ്പ്യൂട്ടറിന് അഡിക്റ്റായി മാറത്തില്ല, ഇന്റർനെറ്റ് അഡിക്റ്റായി മാറത്തില്ല, അശ്ലീലമായ ചിത്രങ്ങൾക്ക് നീ അഡിക്റ്റായി മാറത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നീ ഏതിനാണ് അഡിക്റ്റായി കിടക്കുന്നത്? ഏത് പാപത്തിലാണ് നീ വീണ് കിടക്കുന്നത്? ഹല്ലേലൂയ. നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ നോക്കിക്കോണം കേട്ടോ.
ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ എത്തുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജഡാഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും തമ്മിൽ പോരാടുന്ന ഈ പോർക്കളത്തിൽ ജഡത്തെ നീ മരിപ്പിക്കണം, ജഡത്തെ ക്രൂശിക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ പാപരാഗങ്ങളെ ലഭിയ റോമാലേഖനം 13:13 വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. മോഹം ജനിക്കുമാർ ജഡത്തിനെ ചിന്തിക്കരുതെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ ധരിക്കുന്നെങ്കിൽ മാത്രമേ ജഡത്തെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പലരുടെയും ജഡം അങ്ങോട്ട് എഴുന്നേറ്റ് വരും. ജഡം എഴുന്നേറ്റ് കഴിയുമ്പോൾ അസഭ്യമായ വാക്കുകൾ, നിന്ന വാക്കുകൾ, പരിഹാസങ്ങൾ, ദൂഷ്യങ്ങൾ, നുണകൾ ഒക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ ജഡം എഴുന്നേറ്റാൽ അവൻ ദുർനടപ്പുകാരനായി മാറും. ഹല്ലേലൂയ. ദുർനടപ്പ് എന്ന് പറയുമ്പോൾ ആ ദുർനടപ്പ് മുഖാന്തരം ദുർഗന്ധം കൂടെ വമിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ വശീകരിക്കാൻ പല വാതിലുകളും ഭൂമി തുറന്നു വെച്ചിട്ടുണ്ട്. വശീകരണത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നു കിടക്കുക. ഹല്ലേലൂയ. നിന്നെ വശീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകത്തക്ക നിലയിൽ പാപത്തിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ നീ ആ വഴിയിലൂടെ യാത്ര ചെയ്യരുത്. ഹല്ലേലൂയ. പാപത്തെ നീ വെറുക്കണം, പാപത്തെ നീ ഉപേക്ഷിക്കണം. നിന്റെ ജഡത്തെ നീ കർത്താവിന് വേണ്ടി ക്രൂശിക്കുന്നവനായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാനെപ്പോഴും ചിലരുമായിട്ടൊക്കെ കൊണ്ട് സംസാരിക്കുമ്പോഴേ അവരുടെ വാക്കുകളൊക്കെ എത്ര കഠിനമാണ്. ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങളെ ആരും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ നിങ്ങളെ വ്രണപ്പെടുത്താനൊന്നുമല്ല. മനുഷ്യൻ നന്നാകണം. അത് ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും മതമല്ല ഇവിടെ വിഷയം, മനുഷ്യനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിന്റെ വകയായ മനുഷ്യൻ അവനെ ദൈവം ഒരു വൃക്ഷത്തോട് ഉപമിക്കുമ്പോൾ ആ മനുഷ്യൻ നല്ല ഫലം പുറപ്പെടുവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാവരും സ്തോത്രം. ഇവിടെ ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും പെന്തക്കോസ്തുകാരനായിരുന്നാലും ഇനി ബുദ്ധമതക്കാരനായും ജൈനമതക്കാരനായിരിക്കുന്നു, പാർസി മതക്കാരനായാലും വേദ്യ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും അവരെല്ലാം ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവർ നല്ല ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് ജാതി തിരിച്ചിട്ടില്ല, വേദപുസ്തകത്തിനകത്ത് മതം പറഞ്ഞിട്ടില്ല. വേദപുസ്തകം ദൈവത്തിന്റെ വചനമാ, സ്നേഹത്തിന്റെ വചനമാ, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വചനമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വചനം പ്രസംഗിക്കുമ്പോൾ നീ അതിനെ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവത്തിന് അടിയിൽ കുറെ കമ്മിറ്റികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ട് മറുപടി ഒന്നും പറഞ്ഞു. ഞാൻ സാധാരണ ഞങ്ങളുടെ കമ്മിറ്റി ഒന്നും മറുപടി പറയുന്നില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ ഒരുപാട് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. പാപത്താൽ നിറയപ്പെട്ട് പാപത്തിന്റെ വശീകരണത്തിൽ വീണ് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഞാൻ മതങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മത നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ മത നേതാക്കന്മാരെയൊന്നും കുറ്റമില്ല. എല്ലാവർക്കും ഓരോ വിശ്വാസമുണ്ട്. അവരവരുടെ മതം അവർ പ്രചരിപ്പിക്കുന്നു. സത്യം നിങ്ങൾ തിരിച്ചറിയുക, സത്യം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാ മനുഷ്യർക്കും മാനസാന്തരം ആവശ്യമാണ്. ഈ ഭൂമിയിലെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ധ്യാനവും വൃദ്ധരാശനരും യാചകരും ഓർഫനേജിൽ കിടക്കുന്നതിനും ഓൾട്ടേജ് ഹോമിൽ കിടക്കുന്നതിനും തടമുറയിൽ കിടക്കുന്ന മനുഷ്യർക്ക് പോലും എന്തിനേർപ്പം ദ്വീപവാസികളും വനാന്തരത്തിലും കിടക്കുന്നവരും ആദിവാസി ട്രൈബലിൽ കിടക്കുന്നവരും എല്ലാ രാഷ്ട്ര തലന്മാരടക്കം സകല മനുഷ്യനും മാനസാന്തരം ആവശ്യമാണ്. ഹല്ലേലൂയ. എല്ലാ മത നേതാക്കന്മാർക്കും മത പുരോഹിതന്മാർക്കും മാനസാന്തരം ആവശ്യമാണ്. എല്ലാ പാസ്റ്റർമാർക്കും മാനസാന്തരം ആവശ്യമാണ്. എല്ലാ വിശ്വാസികൾക്കും മാനസാന്തരം ആവശ്യമാണ്. എല്ലാ ഉസ്താദുമാർക്കും എല്ലാ പൂജാരികൾക്കും മാനസാന്തരം ആവശ്യമാണ്. എല്ലാവർക്കും മാനസാന്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഇത് മതമല്ല, ജാതിയല്ല. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ നല്ല ഫലം കൊടുക്കണമെന്നാണ്. നമ്മളെ കുറിച്ച് എല്ലാവരും, ഞാൻ എന്നെ അടക്കമാണ് പറഞ്ഞത്, എല്ലാവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല ഫലം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാട്ട് ഈ ലോകത്തിന്റെ വിഷമടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മദ്യമടിച്ചിട്ട് ഹല്ലേലൂയ അതിനടിമപ്പെട്ട് കഴിഞ്ഞ് സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അവരുടെ അധരങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ദുർഗന്ധം വമിക്കുന്ന ചില വാക്കുകൾ ഏതെല്ലാം നിലയിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ഭൂമി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. രണ്ടാമതൊരു ജീവിതം നമുക്ക് ലഭിക്കത്തില്ലാത്തത് കൊണ്ട് ലഭിച്ച ജീവിതം ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുമ്പോൾ അതിനെ നിശ്ചയിക്കണം.
പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല എന്ന് നമ്മൾ എബ്രാഹിലേനൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ നീ എതിർത്ത് നിന്ന് പാപത്തെ ജയിക്കണം. യേശു ക്രിസ്തുവിന്റെ 33 തിരുവയസ്സ് ജീവിതം എന്ന് പറഞ്ഞാൽ പാപം യേശാത്ത ജീവിതം, പാപമില്ലാത്ത ജീവിതമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ മാതൃകയാക്കുന്നത്. യേശു ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിന്റെ നേതാവല്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുവിന് ജാതിയില്ല. ഹല്ലേലൂയ. യേശുവിന് ഹല്ലേലൂയ ഇവിടുത്തെ നിറം നോക്കാറില്ല, വണ്ണം നോക്കാറില്ല, അവന്റെ പാരമ്പര്യം ഭംഗിയൊന്നും നോക്കാറില്ല. അല്ലെ, യേശു ക്രിസ്തു പാപികളെ തേടി വന്നവനാ. ഹല്ലേലൂയ. സകല മനുഷ്യരും പാപികളായിരുന്നു. സകല മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു മൺമറഞ്ഞു പോയ സകല മനുഷ്യരും പാപികളായിരുന്നു. ഹല്ലേലൂയ. ഇന്നിവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. ഇനി നാളെ ജനിക്കാൻ പോകുന്നവരും പാപത്തിലാണ് ജനിക്കുന്നത്. നമ്മുടെ ഭൂതകാലം നോക്കിയാലും വർത്തമാനകാലം നോക്കിയാലും ഇനി ഭാവി കാലത്തിലേക്ക് നോക്കിയാലും ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ സമയം ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിട്ട് ആത്മാവിന്റെ ഫലം കൊടുക്കണം, മധുരമുള്ള ഫലം. നമുക്കൊരു മധുരമുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കാണുമ്പോൾ നമ്മൾ പറയുക നല്ല മധുരമാണ്. ലേരിയ ഈ പ്ലാവിലൊക്കെ ചക്ക ഉണ്ടായി കഴിയുമ്പോൾ ചില സമയത്ത് ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, എന്റെ മാസം തേൻ പരിക്കുക എന്ന് പറയും. തേൻ പരിക്കുക നല്ല രുചിയാ, നല്ല സ്വാദാ. അത് എന്നിട്ട് ചക്കയുള്ള സമയത്തൊക്കെയാണ് നമ്മളൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ അവര് ചക്കയൊക്കെ മാസം കഴിക്കുന്നൊക്കെ നിർബന്ധിക്കും. നല്ല തേൻ ഭരിക്കുക എന്നൊക്കെ തേൻ ഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നല്ല മധുരമാണ്. വലിയ സ്വാദം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, നമ്മളിപ്പോഴും മധുരമുള്ള ഫലം കൊടുക്കണം, ആത്മാവിന്റെ ഫലം കൊടുക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിന്റെ വശീകരണത്തിൽ നീ വീഴരുത്. സാത്താൻ നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ അവൻ എല്ലാ തന്ത്രങ്ങളുമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയത്തുള്ളൂ, ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടില്ലേ, അനവധി പെൺകുട്ടികൾ കായലിൽ ചാടിയതും പുഴയിൽ ചാടിയതും ഒക്കെ നമ്മൾ കണ്ടില്ലേ. എന്തുകൊണ്ടാണ്? പാപം അവരുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവർ നിരാശപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തെ ഒടുക്കിക്കളയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു സഹോദരി അല്ലെങ്കിൽ ആ കായലിൽ ചാടി പുറകെ അതിൽ യാത്ര ചെയ്തു വന്ന ഒരു സഹോദരന്റെ ജീവൻ പോലും നോക്കാതെ ഇരുട്ടുള്ള സമയത്ത് കായലിൽ ചാടി ആ ചെടിയിൽ പൊന്തുപോയ ആ പെൺകുട്ടിയെ വലിച്ച് ജീവൻ രക്ഷിച്ചത് കണ്ടില്ലേ. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിൽ മരണം കൂടുതൽ? അവർ ആത്മഹത്യക്ക് വേണ്ടി പ്രേരിതമായി മാറുന്നത്, കുട്ടികൾ മരിക്കാൻ തയ്യാറാകുന്നത്, അവർ സ്വയം ജീവനെ ഒടുക്കുന്നത്, നാം വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്, ലക്ഷ്യമില്ലാതെ ലക്ഷ്യം തെറ്റിവരായി മാറുന്നത്. എന്തുകൊണ്ട്? പാപം മക്കളിലേക്ക് പ്രവേശിക്കും, തലമുറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. ലേരിയ. പാപം എന്ന് പറഞ്ഞ ലക്ഷ്യം തെറ്റുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ പാപത്തിന് അധീനമായി ശരീരത്തിൽ ജീവിച്ച് നീ നിന്നെ തന്നെ തകർത്ത് കളയരുത്. നിന്റെ ജീവിതം വിലപ്പെട്ടതാ. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർ പറയട്ടെ, ഇവിടുത്തെ മദ്യത്തിനും മയക്കും ലഹരിക്കും ഇവിടുത്തെ ചൂതാട്ടങ്ങൾക്കും നിന്റെ ശരീരത്തിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് നീ തകർത്ത് കളയരുത്. ലോകം നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിൽ വീണു പോകരുത്. നിന്നെ കുറിച്ച് നിന്റെ മാതാവിനും പിതാവിനും വലിയ പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ചും തങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഒരു മാതാവിന് ഒരു പിതാവിന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളരെ സൂക്ഷ്മതയോടെ വളർത്തി വലുതാക്കി അതിന് വീടുന്ന ഭക്ഷണം കൊടുത്ത്, വസ്ത്രങ്ങൾ കൊടുത്ത്, പഠനം കൊടുത്ത്, അതിനെ നല്ല ജോലി വാങ്ങി വളരെ പ്രതീക്ഷയോടാണ് ഒരു മാതാവും പിതാവും. എന്നാൽ പല മക്കളും എന്ത് ചെയ്യുന്നു? മാതാപിതാക്കൾ പ്രതീക്ഷയ്ക്കൊട്ട് വളരാതെ ലോകത്തിന്റെ പാപങ്ങൾ അകപ്പെട്ട്, കൂട്ടുകൾ അകപ്പെട്ട് സ്വയം ജീവിതം ഒടുക്കിക്കളയും, നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ആ മാതാപിതാക്കൾ എത്രമാത്രം വേദനിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദൈവം കേട്ടോ, നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സ്തോത്രം. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവൻ, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, അവസാനത്തുള്ളി രക്തം വരെ തന്നവൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തവൻ. ഞാനും നിങ്ങൾ ധരിക്കുന്ന മുൾക്കിരീടം അവന്റെ തലയിൽ ധരിച്ചു. എന്റെ നിങ്ങളുടെ കൈകാലുകൾ കരിരുപ്പാണിയിൽ തറയപ്പെടട്ടെന്ന് ആ കൈകാൽ നമ്മുടെ കൈകാലുകൾക്ക് പോലെ യേശു അത് ഏറ്റെടുത്തു. അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു.
നീ അനുഭവിക്കരുതാ. ഹല്ലേലൂയ. അവന്റെ ശരീരം ഒഴുകുചാലും പോലെ കീറി. എന്തിനും? നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി. നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ശ്രോതാവി രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചന സുവിശേഷമാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ജാതീയതയില്ല, ഇതിനകത്ത് വിഭാഗ്യതയില്ല. ഹല്ലേലൂയ. സ്നേഹം മാത്രം. ഹല്ലേലൂയ. സ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നും നിങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ആ ഫലങ്ങൾ നിങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളെയും അവന്റെ ഗുണാദി വിശേഷങ്ങളെയും അവനുള്ള ഗുണങ്ങളെയും നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ പോലെ മാറണമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. നിങ്ങൾ യേശുവിനെ പോലെ ആകണമെങ്കിൽ ഫലമുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ വസ്ത്രം മുഷിഞ്ഞാൽ എന്ത് ചെയ്യാം? വസ്ത്രം മാറും. പഴകിയ വസ്ത്രം വിട്ട് ചിലതിരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, ദുർഗന്ധമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ വരത്തിൽ യാത്ര ചെയ്യത്തില്ല. നിങ്ങൾ എപ്പോഴും നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധമുള്ള പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിന് നല്ല മധുരമുള്ള ഫലമായി നിങ്ങൾ അനേകർക്ക് ആശ്വാസകരമായി മാറണം. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി ഫലം കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ ഫലം കൊടുക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നിറയപ്പെടണം. ആത്മാവിന് വേണ്ടി ജീവിക്കണം. യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കാണിക്കേണ്ടതും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പം നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? ഫലം കായ്ക്കാൻ. ജഡത്തിന്റെ പ്രവൃത്തികളാൽ പാപത്തിൽ മരിച്ചു കിടന്ന ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ, കൂട്ടായ്മയായി യാതൊരു ബന്ധമില്ലാതെ, ലോകത്തിന്റെ സുഖലോലുപങ്ങൾ വീണ എന്നും നിത്യ നരകത്തിന് വേണ്ടി ജീവിച്ചിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് യേശു ക്രൂശിലെ മരണത്തിലൂടെ തെരഞ്ഞെടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ ഫലം തന്നു, ആത്മസ്വഭാവത്തെ തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പോയി ഫലം കായ്ക്കണം. നമ്മുടെ ഫലം നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതം 60, 70, 80 വയസ്സൊക്കെ കിട്ടിയതിലല്ല കാര്യം. നമ്മൾ ഫലം പുറപ്പെടുവിച്ചതിലാണ്. ഹല്ലേലൂയ. ഒരു ദിവസം 24 മണിക്കൂർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നീ പുറപ്പെടുവിച്ച ഫലത്തിനാണ് എൻ്റെ പ്രാധാന്യത. എന്താണ് നമ്മൾ പുറപ്പെടുവിച്ചത്? എന്താണ് നമ്മളിന്ന് പുറത്തു വന്ന ഫലങ്ങൾ? ഹല്ലേലൂയ. ചിലപ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് നൊമ്പരം ഉണ്ടാകും. ചില ആളുകളുടെ എത്ര പറഞ്ഞാലും അവർ അനുസരിക്കത്തില്ല. ചില ആളുകളുടെ എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല. എത്ര ഉപദേശിച്ചാലും അനുസരിക്കത്തില്ല. നമ്മൾ ചില ആളുകളുടെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അസഭ്യം വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മെ ചീത്ത വിളിച്ചു പറയും, നമ്മെ ആട്ടി ഓടിക്കും, പരിഹസിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് അവർക്ക് ദോഷമായ ഒരു കാര്യങ്ങളും പറയില്ല. അവരുടെ ജീവിതത്തിലെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കി ഹല്ലേലൂയ പാപത്തെ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാനാ പറയുന്നേ. പക്ഷെ അത് കേട്ടിട്ടും ഹല്ലേലൂയ കേൾക്കാതെ നമ്മെ ആക്ഷേപിക്കുന്ന അനവധി ആളുകളുണ്ട്. അതുകൊണ്ട് ചില ആളുകളോട് എത്ര ഉപദേശിച്ചാലും അവർ കേൾക്കത്തില്ല. ഞാനത് പറയാൻ കാരണം എൻ്റെ ജീവിതം തന്നെ അങ്ങനെയൊക്കെയായിരുന്നു. പാപത്തിന്റെ വശീകരണത്തിൽ വീണ് ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ അനവധി ദൈവഭക്തന്മാർ എന്നെ ഉപദേശിച്ചെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പഴയകാല ജീവിതത്തിൽ എന്നെ ഉപദേശിച്ചെന്ന് പറഞ്ഞ പെന്തക്കോസ്തുകാർ മാത്രമല്ല എന്നെ ഉപദേശിച്ചത് കേട്ടോ. അവർ മാത്രമല്ല, എന്നെ ഉപദേശിക്കുവാൻ, എന്നെ ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടി ഒരു കന്യാസ്ത്രീ സിസ്റ്റർ അല്ലെങ്കിൽ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ദേശത്ത് കൊല്ലമുള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഒരു മഠമുണ്ടായിരുന്നു. അവിടെ ബെർത്തമസിസ് എന്ന് ഒരാളുണ്ടായിരുന്നു, ലേരിയ പ്രായമുള്ളതാണ്. ആ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ. ഇസ്ലാമിക മതത്തിലെ ചില ആളുകൾ അല്ലെങ്കിൽ ചില അവരുടെ പുരോഹിതന്മാർ അവരോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ പോകരുത്, നീ നന്നാക്കണമെന്ന്. എന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിന്റെ പൂജാരികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ. അവരൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ നിനക്ക് നാശം ഭവിക്കുമെന്ന്. അപ്പൊ അവരൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ എന്റെ നാട്ടിലൂടെ പെന്തക്കോസിന് അവരോട് പറഞ്ഞിട്ടുണ്ട്,
ഒരു പള്ളിയിലെ അച്ഛനോട് ശക്തമായിട്ട് പറഞ്ഞിട്ട് നീ ഇത് ചെയ്യരുത്, നീ ചെയ്ത പാപമാണ്. അപ്പൊ അങ്ങനെ വിവിധ നിലകളുള്ള മത നേതാക്കന്മാരെന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നൊക്കെ ഞാൻ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, അവരൊക്കെ പറഞ്ഞത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പോലീസ് അധികാരികളെ പലപ്പോഴും വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, നീ പോകുന്ന വഴി തെറ്റാണ്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജഡം എന്നിൽ വസിക്കുന്നതുകൊണ്ട് എന്നെ ഉപദേശിച്ച ഉപദേശങ്ങൾ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയി. ആ പാപം എന്നെ പിന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നെയാണ് എന്റെ കർത്താവിന്റെ കരം നീട്ടി എന്നെ വിടുവിച്ചത്, വേർതിരിച്ചത്. ലോകത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്നെ തെരഞ്ഞെടുത്ത, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, നീ എനിക്ക് വേണ്ടി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. നീ ഫലം കൊടുക്കുമ്പോൾ ആ ഫലം മധുരമുള്ളതായിരിക്കണം, രുചിയുള്ളതായിരിക്കണം, സ്വാദുള്ളതായിരിക്കണം, സൗരഭ്യമുള്ളതായിരിക്കണം, സുഗന്ധം പരത്തുന്നതായിരിക്കണം എന്ന് യേശു കർത്താവിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, എന്നെ ഒരുപാട് പേര് ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അന്വേഷിച്ചറിയാം. അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്തായാലും ഏത് മതക്കാരൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ടല്ലോ. അല്ലേരിയ പ്രൈസറോ. അതായത് നമുക്ക് ആരെങ്കിലുമൊക്കെ ഗുണദോഷം പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കാൻ ചെവി കൊടുക്കണം. ഏതാൾക്കാരും ആയിരിക്കട്ടെ, അവർ നമ്മോട് നാം ചെയ്യുന്ന പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പാപമാണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലേരിയ. ആരും നമുക്ക് വിഷം മേടിച്ചു തന്നിട്ട് നീ പോയി വിഷം കുടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല. അല്ലേ, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കടയിലിരിക്കുന്ന വിഷം മേടിച്ചു തന്നിട്ട് നീ പോയി മരിക്കണം എന്നായിട്ടും പറഞ്ഞിട്ടുണ്ടോ? കടയിലിരിക്കുന്ന കയർ മേടിച്ചു തന്നിട്ട് നീ പോയി തൂങ്ങിച്ചാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കായലിന്റെ കുഴിയിൽ കൊണ്ട് നീ അതിൽ ചാടി മരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആമേലെ നിനക്ക് പെട്രോളും മണ്ണെണ്ണയൊക്കെ മേടിച്ച് നീ എന്ത് ഒഴിച്ച് കത്തിച്ച് നീ ചാകാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനൊന്നും ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. എനിക്ക് ഇത്രയും പ്രായോഗികൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതെല്ലാം മനുഷ്യൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അത് മനുഷ്യൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പാപം അവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു. ആത്മാവിലും നിറയപ്പെട്ടിട്ടില്ല, ആത്മാവിലും പുതുക്കം പ്രാപിച്ചിട്ടില്ല. ആത്മാവിന്റെ ഫലം അവന്റെ ഉള്ളിൽ ഇല്ലാത്തടത്തോളം കാലം പാപത്തിൽ വസിക്കുന്നു. പാപവന്റെ ജഡത്തിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ്. ഞാൻ മാനസാന്തരപ്പെട്ട വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്നെ മുമ്പ് ഉപദേശിച്ച പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരോടൊക്കെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹോദര, അത് പുരോഹിതന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വിവിധ നിലയിലുള്ള, അന്ന് നിങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യം ഞാനത് ഏറ്റെടുത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ തെറ്റായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് സമാധാനമില്ലായിരുന്നു. ആ സമാധാനം കിട്ടിയത് ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഞാൻ തെറ്റുകൾ പലപ്പോഴും ഞാൻ ആവർത്തിച്ച് ഏറ്റു പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കാമെന്ന്. എനിക്കത് നാണക്കേടായിട്ട് തോന്നിയില്ല കേട്ടോ. നാണക്കേടായിട്ട് എനിക്കൊരു അപമാനമായിട്ടും തോന്നിയില്ല. ഞാൻ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ പാപം ചെയ്ത് കഴിയുമ്പോൾ അവയെ ഏറ്റുപറയാനും മറ്റൊരാളാണ് തെറ്റ് ചെയ്തെങ്കിൽ മറ്റുള്ളവർ വേദനിപ്പിച്ച് ആ മനുഷ്യരോട് ക്ഷമ ചോദിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു ലജ്ജയില്ല കേട്ടോ. സ്തോത്രം. എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നിരപ്പ് പ്രാപിക്കണം. പ്രൈസോ. അത് മനുഷ്യരോടാണ് ദൈവത്തോടാണ് ദൈവത്തോട്, ഭാര്യയോടാണ് ഭാര്യയോട്, ഭർത്താവിനോട് ഭർത്താവ്, മക്കളോടാണെങ്കിൽ പോലും നീ നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. യേശു അതാണ് ആഗ്രഹിക്കുന്നത്. നീ എപ്പോഴും മധുരമുള്ള രുചിയുള്ള ഫലം കൊടുക്കുന്നവളായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്നും നിന്റെ കുടുംബം അരാജകത്തിന്റെ നടുവിൽ കിടക്കുകയല്ലേ, ബന്ധനത്തിനകത്ത് കിടക്കുകയല്ലേ. രോഗം നിന്റെ ഭവനത്തെ വിട്ടുമാറുന്നുണ്ട്, ശരീരത്തെ രോഗം വിട്ടുമാറുന്നുണ്ടോ? എന്നും നീ കണ്ണുനീരിന്റെ നടുവിലല്ലേ, രാപകലില്ലാതെ നീ അധ്വാനിക്കുന്നില്ലേ? എല്ലാം ഓട്ടസഞ്ചിയിലേക്ക് ഇടുന്നത് പോലെയല്ലേ. അല്ലേരിയ. കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചു, വളരെ ബിസിനസ്സുകൾ നീ ചെയ്തു, ഒരുപാട് ജോലി നീ മാറി ചെയ്തു, ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ടു പോയില്ലേ. ലേരിയ. പലതും നീ ചെയ്തു നോക്കിയിട്ട് വിജയിക്കാൻ വേണ്ടി എല്ലാം പരാജയപ്പെട്ടില്ലേ. ലേരിയ. നന്നായിട്ട് ഒരു നേരം ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു? നന്നായിട്ട് വസ്ത്രം ധരിക്കാൻ കഴിയുന്നുണ്ടോ? മനസമാധാനത്തോടെ നിനക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? മനസമാധാനം ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഏത് നിമിഷമോ നീ അല്ലിയ വളരെ ചിന്താകുലനായി നീ ഭാരപ്പെടുന്ന അനുഭവമല്ലേ? എന്താണ് നിന്റെ ജീവിതം ഇങ്ങനെ പറ്റിയത്? ജഡത്തിന്റെ പ്രവർത്തികൾ നീ വ്യാപരിക്കുന്നുണ്ട്. ജഡം നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആത്മാവിൽ നിനക്ക് സന്തോഷിപ്പാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. യേശു നിന്നെ സ്നേഹിക്കുന്നു. എനിക്കതേ പറയണ്ട, യേശു എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞ 25 വർഷം മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് കിടന്ന ജീവിതം, ആമയ്ക്ക് മദ്യമടിച്ച് വഴിയോരങ്ങളിൽ ഓടകളിൽ കിടന്ന കാലഘട്ടം, ആരുടെയെങ്കിലും പറമ്പില കിടക്കുന്ന അവിടെ കിടന്ന ജീവിതം, ലേരിയ വീടുമായി ബന്ധമില്ലാത്ത അനവധി കാലഘട്ടങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രശ്നം, എന്റെ ജീവിതത്തിൽ ഞാൻ കല്ലറകളിൽ ഒരുപാട് നാളുകൾ കിടന്നുറങ്ങിയിട്ട് ശവക്കോട്ടകളിൽ കിടന്നുറങ്ങിയ കാലഘട്ടം. എല്ലാവരും ശവക്കോട്ടയിൽ കിടന്നുറങ്ങാൻ പേടിയാണ്. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് ശവക്കല്ലറയിലാണ് കേട്ടോ. എനിക്കറിയാം അവിടെ ആരും വരത്തില്ലെന്ന്. അല്ലേരിയ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അനുഭൂതി നാളുകൾ ശവക്കല്ലറകൾ ശവക്കോട്ടൽ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ എൻ്റെ നാട്ടിൽ ചോദിച്ചു നോക്ക്. അത്രമാത്രം പാപത്തിൽ ജീവിച്ച എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ജഡത്തിന്റെ പ്രവർത്തികൾ നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം എന്നിൽ തന്ന നല്ല ഫലം പോയി കായ്ക്കണമെന്ന് കർത്താവ് പറഞ്ഞ് ഇന്ന് ഞാൻ മധുരമുള്ള ഫലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ്. ഞാനൊക്കെ എൻ്റെ ജീവിതം പറയുന്നത് കേട്ടോ. എന്നെ പോലെ ജീവിതം എനിക്ക് അനുഭൂതിയാളുണ്ട്. ഞാൻ ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോൾ മദ്യപിച്ചിരിക്കുന്ന പല്ല് ഞാൻ കാണാറുണ്ട്. മദ്യത്തിനടിമപ്പെട്ട് പല്ല് കാണാറുണ്ട്. ഞാൻ പലപ്പോഴും പല്ലോട് സംസാരിക്കാറുണ്ട്. ലേരിയ. എന്തിനേറെ പറയുന്നു, വഴിയോരങ്ങളിൽ അന്യസംസ്ഥാന തമിഴ്നാട്ടിൽ നിന്ന് പാട്ടയൊക്കെ പിറക്കുന്ന, നമ്മളൊരു പാട്ട് പിറക്കുന്നൊക്കെ വിളിക്കും. പക്ഷെ അവരിൽ പോലും ദൈവഭയമുള്ളവരുണ്ട്. അവർ പോലും എന്നെ വഴി തടഞ്ഞു നിർത്താറുണ്ട്. വഴി തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയാറുണ്ട്. ഞാൻ ലജ്ജകൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വഴിയോരം നിന്ന് പാട്ട് പിറക്കി വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരെ പോലും ഞാൻ വെറുത്ത് മാറ്റി നിർത്തില്ല. എനിക്കറിയാം അവരും ദൈവത്തിന്റെ മക്കളാണ്. അവർ ജഡത്തിൽ വസിക്കുന്നു. അവരുടെ പാപം ഉള്ളിലുണ്ട്. അവരുടെ സങ്കടങ്ങളാണ്, വേദനകളാണ് ഒരുപക്ഷെ എന്നോട് പറയുന്നത്. ഞാനത് കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. പ്രൈസലോ. ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്താണ് നിന്റെ അവസ്ഥ? നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ലേരിയ. നിന്റെ ജീവിതം എന്താണ്? നിന്റെ മക്കളുടെ സ്വഭാവം എന്താണ്? ലേരിയ. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, എന്റെ പാസ്റ്ററേ, എനിക്ക് ഭർത്താവ് ഒരു അംഗീകാരം തരത്തില്ല. എന്നൊരു കൂലിക്കാരിയെ ഒരു വേലക്കാരിയെ പോലെ കാണുന്നത്. ഒരു സ്നേഹം എനിക്ക് തരാം. സ്നേഹത്തോട് സംസാരിക്കാറില്ല. ഞാൻ എന്ത് ചോദിച്ചാലും ദേഷ്യമാണ്. ലേരിയ. ഒരു കാര്യം എന്ത് ചോദിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ഞാൻ ദേഷ്യത്തോടാണ് കാണുന്നത്. കുടുംബജീവിതം തുടർന്ന നാളുകളായി ഒരു സന്തോഷത്തിന്റെ വാക്കെനിക്ക് കിട്ടിയിട്ടില്ല. എന്നോട് സൗര കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. ലേരിയ. ആ സൗര കണ്ണുകൾ നിറഞ്ഞു വീഴുന്നവൾ വിതുമ്പുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആശ്വാസത്തിന്റെ സന്ദേശം വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സാരമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിന് പരിഹാരം നൽകുന്നു. അവരുടെ വേദനകൾ, ഹൃദയത്തിൽ നിന്ന് വന്ന വേദന ഉണ്ടല്ലോ, സംസാരിക്കാൻ കഴിയാത്ത ചങ്കു വിങ്ങിപ്പൊട്ടുന്ന പോലെ സൗകര്യന്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി. അങ്ങനെ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട് കേട്ടോ. വേദനിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ പോയവനാ. ലേരിയ. അതിൽ നിന്ന് ദൈവം എനിക്കൊരു മോചനം തന്നത്. ലേരിയ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവനാണ്. ആരുടെയും പാരിതോഷികം നോക്കാതെ, ആരുടെ ഒന്നും പ്രതിഫലം വാങ്ങാതെ, ഒരു പ്രതിഫലം നോക്ക കൂലി പറയാതെ, കൂലി ചോദിക്കാതെ, ശമ്പളത്തിനല്ലാതെ കർത്താവിന് വേണ്ടി ഞാൻ ഫലം കായ്ക്കുക. എല്ലാവരും കൂലിക്ക് പണിയെടുക്കുമ്പോൾ ഞാനൊരു കൂലിക്കാരനല്ല കേട്ടോ. ഞാൻ കർത്താവിന്റെ ദാസനായിട്ട് നിന്ന് ദാസൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടത്തെ ജന്മിത്വത്തിന് മുമ്പിൽ ഓരോ വീട്ടിൽ ഒരുപാട് ദാസന്മാർ, അടിമകളുണ്ടായിരുന്നു. അടിമകൾ ചെയ്യേണ്ട പണി ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ ഒരു അടിമയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു അടിമ ചെയ്യേണ്ട പണി. പക്ഷേ ഞാൻ കർത്താവിന്റെ അടിമയാണ് കേട്ടോ. കർത്താവിന്റെ ദാസൻ. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട പണി എൻ്റെ കർത്താവിന് ചെയ്യുക. അത് ഞാൻ അഭിമാനിക്കുന്നവനാണ്. ലേരിയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജഡത്തിന്റെ പ്രവൃത്തി വിട്ട് മടങ്ങി വരണം. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും 2 വശങ്ങളുണ്ട്. അത് വേദവശം കാണുന്നു. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളവരെ പരിശുദ്ധാത്മാവിനും 2 വശമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ 2 വശം, പരിശുദ്ധാത്മാവിന്റെ 2 വശങ്ങൾ, ഒന്ന് ആത്മാവിന്റെ ഫലങ്ങളാണ് നമ്മൾ വായിച്ചത്. 2 ആത്മാവിന്റെ അല്ലേലൂയ കൃപാവരങ്ങളാണ്. അല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മൾ ഗലാത്യലേഖനം 5-22 വാക്യം വെച്ച് ആത്മാവിന്റെ ഫലവും സ്നേഹ, സന്തോഷ, സമാധാനം നമ്മൾ വായിച്ചു വന്നു. എന്നാൽ സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം 12 അതിന്റെ 4 വാക്യം തൊട്ട് മാറ്റി വായിക്കുമ്പോൾ, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. ആത്മാവ് ഒന്നാണ്.
ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെ, പക്ഷെ രണ്ട് ശുശ്രൂഷകൾ. ഒന്ന് ആത്മാവിന്റെ ഫലങ്ങളും, ഇവിടെ പറയുന്ന കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. നിന്നിൽ ദൈവം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതേപോലെ തന്നെ ആത്മാവിൽ നിന്റെ ഉള്ളിൽ കൃപാവരങ്ങളെ കൊണ്ട് ദൈവം തരികയാണ്. എന്നാൽ കൃപാവരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാവിന്റെ ഫലങ്ങൾ. സ്നേഹമാണ് എല്ലാത്തിനേക്കാൾ വലുത്. പ്രൈസ് ലോർഡ്. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല കേട്ടോ. നിന്റെ കുടുംബത്തിനകത്ത് സ്നേഹമുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവ്, അമ്മയിലെളിയ ഭാര്യ ഭർത്താവ് അപ്പനെയും അമ്മയും വിട്ട്, അപ്പനെ അമ്മയും വിട്ട് ഭാര്യ ഭർത്താവോട്, ഭർത്താവ് ഭാര്യയോട് കൂടി ഒട്ടിച്ചേർന്നതാണെങ്കിൽ ആ സ്നേഹത്തിനകത്ത് വിള്ളൽ വരത്തില്ല. എന്നാൽ ഭാര്യ ഭർത്താവിനെയും ഭാര്യ ഭർത്താവിനെയും അമ്മയും വിട്ട് ഭാര്യ ഭർത്താവ് ഭാര്യയോട് ഒട്ടിച്ചേർന്നതിനകത്ത് വിള്ളൽ വരാറുണ്ട്. എന്തുകൊണ്ടാണ്? ജഡത്തിന്റെ പ്രവൃത്തി വരുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാ, മടങ്ങി വരണം. വലിയൊരിയ മടങ്ങി വന്ന് നീ മാനസാന്തരപ്പെടണം. വലിയൊരിയ പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയങ്ങൾക്ക് നമ്മൾ സന്തോഷിക്കണം. വലിയൊരിയ ആമി. നമ്മളുടെ യെശയ്യാ പ്രവാചന പുസ്തകം 38-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. വലിയൊരിയ അവിടെ ആമി താൻ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിനക്ക് ഒരു അടയാളമാകും. ആകാശന്റെ ഘടികാരത്തിൽ സൂര്യന്റെ ഗതി അനുസരിച്ച് വലിയ ഇറങ്ങിപ്പോയി. ഹിസ്കിയാവ് വളരെ വലിയ രോഗം പിടിച്ചു. പ്രവാചകനായിരിക്കുന്ന യെശയ്യാ എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന്റെ മുഖം ചുവരോട് ചേർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്ത്? ദൈവന്റെ നിലവിളി കേട്ട് അവന്റെ രോഗത്തെ സൗഖ്യമാക്കി കൊടുത്ത് അവന്റെ ആയുസിന്റെ 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പാപത്തെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അവയെ ഏറ്റുപറഞ്ഞ് ഹിസ്കിയാവ് അവൻ മുഖം ചുവരോട് ചേർത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ ഉള്ളിൽ ജഡത്തിന്റെ പ്രവർത്തനം നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. അത് വിളിക്കുന്നത് ഈ പെന്തക്കോസ്തുകാരൻ ഒരുപാട് മറ്റ് മതസ്ഥരാണ്. അവരാരും മതം മാറാൻ വേണ്ടി അല്ലേ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്, സങ്കടങ്ങൾ പറയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ. അത് കേൾക്കുമ്പോൾ നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രൈസ് ലോർഡ്. അവരുമായിട്ട് നമ്മൾ ബന്ധമില്ല, കണ്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ. ഈ ഒരു ഫോണിൽ ഈ തലയ്ക്കും മറ്റൊരു തലയ്ക്കൂടെ സംസാരിക്കും. എങ്കിലും ഹൃദയത്തിലൂടെ കടന്നു പോയി ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ജഡത്തിന്റെ പ്രവൃത്തി മാറി ആത്മാവിന്റെ ഫലം കായ്ച്ച് ജഡത്തിന്റെ രാഗങ്ങളോട് ക്രൂശിച്ച് ക്രിസ്തുവിന് വേണ്ടി നല്ല ഫലം കായ്ക്കുന്ന മധുരമുള്ള രുചിയുള്ള സ്വാദുള്ള സൗരഭ്യമുള്ള സുഗന്ധമുള്ള വാസനയുള്ള നല്ല ഫലം കായ്ക്കുന്നവരായി ഈ കർത്താവ് ജനത്തെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവവിശ്വസിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിൽ അകപ്പെട്ട് കർത്താവ് ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് ഞങ്ങളുടെ യുവക്കന്മാരെ, യൗവനക്കാരെ, മാതാപിതാക്കളെ, വാർദ്ധക്യങ്ങളെ വിടിവിച്ച് എല്ലാ സാമൂഹ്യ സാംസ്കാരിക എത്ര മീഡിയ ആരെയും നിൽക്കുന്ന ഈ രാജ്യരാഷ്ട്ര തലന്മാരെ, ജാതി മതവർഗ വർണ്ണ വ്യത്യാസം ഉള്ളിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ്, എല്ലാ ദീപവാസികൾ ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന മദ്യത്തിന് മൈക്കൊല്ലും പാൻസലറ്റിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ജീവിതം തകർന്ന് കുടുംബജീവിതം തകർന്ന് ചിഹ്നഭിന്നമായി അനുബന്ധ ജീവിതം കണ്ണുനീരിന്റെ നടുവിലൂടെ മഹാവ്യാധിയിൽ ഭാരപ്പെടുന്ന രോഗത്തിനും ശാപത്തിനും വേണ്ടി കിടക്കുന്നവരുണ്ട്. കർത്താവ് ബിസിനസ് പരാജയപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, വിദേശ രാജ്യത്തോ മണരാജ്യത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. നാട്ടിലേക്ക് കടന്നുപോയി കഴിയാതെ, വിദേശത്ത് കടന്നുപോയി വേണ്ടത്ര ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ നിരാശ നടുവിൽ അനവധി ആളുകൾ വിദേശത്ത് നിന്ന് കർത്താവ് വിവിധ കേസുകൾ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ കർത്താവ് ഈ ലോകത്തിലെ പാപസ്വങ്ങളെ വിട്ട് മടങ്ങി വന്ന് ജഡത്തിന്റെ പ്രവൃത്തിയിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനായി, നല്ല ഫലമുള്ള മധുരമുള്ള ഫലം കായ്ക്കുന്നതിനായി അവർ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തെ നശിപ്പിക്കുന്ന എല്ലാ പാപസം വിടുവിക്കണമേ. ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങളുള്ള എല്ലാ ജനത്തെ 800 കോടിയിലധികം ജനത്തിനായി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വിടുതലാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് സകല ജനവും മടങ്ങി വന്ന് മഹാവ്യാധിയിൽ നിന്ന്, മഹാബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.